ഗ്ലോറി ടു ഗോഡ്. എന്നെ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്യുക. ഇത് അനേകരുടെ ജീവിതത്തിൽ ഒരു വിടുതലാക്കിയ കർത്താവ് തീർക്കട്ടെ. ഒറ്റ ഒരു ദൂത് നിങ്ങളിലേക്ക് കൈമാറാൻ ആഗ്രഹിക്കുന്നു. യേശു കർത്താവ് 12 ശിഷ്യന്മാരുടെ കാലുകൾ കഴുകിയ ഒരു ഭാഗം നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്. യേശു കർത്താവ് കാൽപാദം കഴുകുമ്പോൾ പത്രോസൊക്കെ പറയുന്നൊരു വാക്കുണ്ട്, എൻ്റെ പാദം കഴുകണ്ട എന്ന് പറഞ്ഞ് പത്രോസ് പിന്മാറാൻ നിൽക്കുമ്പോൾ പത്രോസിനോട് യേശു പറഞ്ഞൊരു പദമുണ്ട്, നീ ഇതിനകത്ത് എന്നെ അനുവദിച്ചില്ല എങ്കിൽ എനിക്കും നിനക്കും തമ്മിൽ പങ്കില്ല. പക്ഷെ എന്തിനാ യേശു ഈ പാദം കഴുകാനുള്ള കാരണം? പത്രോസ് എന്തുകൊണ്ടത് പറഞ്ഞു? പത്രോസ് വേണമെങ്കിൽ പറയും, എൻ്റെ കാൽ കഴുകുന്നവൻ അവൻ രാജാതി രാജാവാണ്, അവൻ കർത്താതി കർത്താവാണ്, അവൻ താന്മാർത്ഥതയുള്ളവനാണ്, അവൻ അത്ഭുത മന്ത്രിയാണ്, വീരനായ ദൈവമാണ്. ആ ദൈവം, ആ മനുഷ്യൻ എൻ്റെ കാൽ കഴുകുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നതല്ല എന്ന് ഒരുപക്ഷെ പത്രോസ് പറയും. എന്നാൽ യേശുവിനോട് ചോദിച്ചാൽ യേശുവിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നമുക്ക് കഴിയുന്നത്, യേശു കർത്താവ് ഇത്രയും പദവിക്കകത്തിരിക്കുമ്പോഴും തൻ്റെ എളുമത്വമാണ് അവിടെ കാണാൻ കഴിയുന്നത്. തൻ്റെ മറ്റുള്ളവന്റെ പാദം, യേശു ഒരാളുടെ പാദമല്ല കഴിയത്, അതിനകത്തുള്ള 12 പേരുടെയും. അത് ഡിഫറെന്റ് ക്യാരക്ടറുകളിലുള്ളവരാണ്, ഡിഫറെന്റ് ഫാമിലിക്കകത്തുള്ളവരാണ്, ഡിഫറെന്റ് കൾച്ചറിനകത്തുള്ളവരാണ്. പക്ഷെ അതിനെ എല്ലാവരെയും ഒരുപോലെ യേശു കണ്ടു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സഭയിൽ നമ്മൾ പല കുടുംബങ്ങളിൽ നിന്നവർ ഒരുമിച്ചൊക്കെ കൂടുന്നവരാണ്. പക്ഷെ നമ്മൾ കർത്താവിൽ വരുമ്പോൾ നമ്മളെല്ലാം ഒന്നാണ്. ആരും വ്യത്യാസങ്ങളില്ല, മുഖഭാവത്തിൽ വ്യത്യാസമില്ല, നമ്മളെല്ലാം ഒന്നാണ്. ഇതിനകത്ത് തന്നെ ഏറ്റവും വ്യത്യസ്തമായി ചിന്തിക്കേണ്ട ഒരു വ്യക്തിയുണ്ട്. യേശുവിൻ്റെ കൂടെ അപ്പോസ്തലനായി നിന്ന, യേശുവിൻ്റെ നിന്നുള്ള എല്ലാ അധികാരങ്ങളും സ്വീകരിച്ച ഇസ്കരിയത്ത് യൂദ. ഇസ്കരിയത്ത് യൂദയുടെ പ്രത്യേകത നോക്കിയേ, യേശുവിനെ കാണിച്ചു കൊടുക്കാൻ കൊട്ടേഷൻ വാങ്ങിയിട്ട് വന്നിരിക്കുന്ന ഒരു മനുഷ്യനാണ് ആ ഇസ്കരിയത്ത് യൂദ. അവരുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ട്. പക്ഷെ ആ മനുഷ്യന്റെ പാദം പോലും, കാലുപോലും യേശു കർത്താവ് കഴുകി. അതായിരുന്നു യേശുവിന്റെ സ്നേഹം. തനിക്കെതിരെ നിൽക്കുന്നവനെ പോലും യേശു ചേർത്ത് പിടിച്ചു. തനിക്കെതിരെ ഒറ്റിക്കൊടുക്കാൻ നിൽക്കുന്നവനെ പോലും യേശു വെറുത്തില്ല. യേശു അവനെ സ്നേഹിക്കുക ചെയ്തത്. പ്രിയപ്പെട്ട ദൈവവേദലെ, ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ആരെ വെറുക്കുന്നതല്ല, ആരെ അകറ്റുന്നതുമല്ല. നമുക്കെതിരായിട്ട് ആളുകൾ എഴുന്നേറ്റാലും അവരെ ചേർത്ത് പിടിക്കുക, അവരെ സ്നേഹിക്കുക. അതായിരുന്നു യേശു കാണിച്ചെന്ന മാതൃക. ആ ദൈവസ്നേഹം നമ്മുടെ ഓരോരുത്തരുടെ ക്രിസ്തീയ ലൈഫിനകത്ത് ഉണ്ടാകണട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.